ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണിത്. ഇത് അരി അരച്ചിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. സാധാരണ അരി അരച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും കൂടുതൽ സമയം വെക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ അരി അരച്ച് കൂടുതൽ നേരം വെച്ച് ചെയ്യുന്ന ഉണ്ണിയപ്പം പോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഒരു 1.5 കപ്പ് അരി ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പിലാണ് അളന്നിട്ടുള്ളത്. ഇത് 250 ml അളവ് കപ്പാണ്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു അരിപ്പയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് പോയിട്ടാണ് അരച്ചെടുക്കുന്നത്. ഈ വെള്ളമൊക്കെ പോകുന്ന സമയത്ത് ഇതിലേക്കുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ശർക്കര എടുക്കുന്നുണ്ട്. 300 ഗ്രാം അരിക്ക് 300 ഗ്രാം ശർക്കര തന്നെ എടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതി, ഒരുപാട് തിക്കാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് കരടൊക്കെ പോകാനായിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ശർക്കരപ്പാനി അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു നല്ല തിളച്ച ചൂടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊന്ന് കുറച്ചൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒരുപാട് തണുക്കേണ്ട ആവശ്യമില്ല. ഒരു അത്യാവശ്യം നല്ല ചൂടോടെ തന്നെ ഈ ഒരു അരി അരച്ചെടുക്കണം. അപ്പോൾ അരിയിലെ വെള്ളം എല്ലാം പോയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കിനി 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം, ചെറിയ ജീരകം. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇനി ശർക്കരപ്പാനി ഈ ഒരു അരി അരഞ്ഞു വരാൻ പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ അരച്ചെടുക്കാം. ചൂടോടെ തന്നെ ശർക്കരപ്പാനി ചേർക്കണം. ഈ ഒരു അരി ഒരുപാട് പേസ്റ്റായി വരേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തരിയോടുകൂടി അരച്ചെടുക്കണം. എന്നാൽ കൂടുതൽ തരി ആകാനും പാടില്ല. ഈ ഒരു പാകത്തിനാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഒരു ചെറിയ തരി മാത്രമേ ഉള്ളൂ. ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പഴം അടിച്ചെടുക്കാം. ഞാനിവിടെ ഇതുപോലുള്ള ഒരു വലിയ പഴത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ചെറിയ റോബസ്റ്റ പഴമാണെങ്കിൽ ഒരു പഴം എടുക്കണം. പാളയംകോടൻ പഴമാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 2 പഴം ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു ഉണ്ണിയപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ ചോറാണ്. ഈ ചോറിൻ്റെ അളവ് കൂടിപ്പോകരുത്. 3 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും ഈ ഒരു അളവിലേക്ക്. ഇനി ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര പാനി കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കണം. ആദ്യം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനി ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. പഴവും ചോറും അടിച്ചെടുത്തത് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശർക്കരപ്പാനി ഒരു അത്യാവശ്യം ചൂടിലാണ് ഈ ഒരു അരിയിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു മാവിനും ഒരു ചൂടുണ്ടാവും. ആ ചൂടോടെ തന്നെ ഇത് അടച്ചു വയ്ക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മളിതിൽ ചോറും കൂടി ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു ഉണ്ണിയപ്പം വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. ഈ ഒരു മാവ് കുറച്ച് തിക്കായിട്ടാണുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ശർക്കരപ്പാനി മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ഒരുപാട് തിക്കാവാനും പാടില്ല മാവ്, എന്നാൽ അത്യാവശ്യം ലൂസായിട്ട് തന്നെ ഇരിക്കണം. ഒരുപാട് ലൂസാവാനും പാടില്ല. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് അരച്ചു വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഈ മാവ് കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഉണ്ണിയപ്പം റെഡിയാക്കുന്നത്. തേങ്ങാക്കൊത്ത് ഫ്രൈ ആക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം
ഇനി തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ ഫ്രൈ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാക്കൊത്തൊക്കെ നല്ലൊരു കളറും മാറി വരുമ്പോൾ ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറുത്ത എള്ളിന് പകരമായിട്ട് വെളുത്ത കളറിലുള്ള എള്ളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. മാവിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം പാകം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും എള്ളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ കറക്റ്റ് പാകത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. ഉണ്ണിയപ്പം ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നെയ്യും കൂടെ മിക്സ് ആക്കിയിട്ടും ഇത് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ കുഴി ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, ഒരു അര ഭാഗം മുക്കാൽ ഭാഗമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു സൈഡ് ആവുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പം എടുത്ത് മാറ്റാം. ഇതിൽ നിന്ന് ഉണ്ണിയപ്പം എടുത്ത് മാറ്റിയിട്ട് എണ്ണ അത്യാവശ്യം നല്ല ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ബാച്ച് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അരി അരച്ചിട്ട് 8 മണിക്കൂറൊക്കെ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചെയ്യുന്ന ഉണ്ണിയപ്പം പോലെ തന്നെ നമുക്ക് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ശർക്കരപ്പാനി ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ചൂടോടെ തന്നെ അരിയിലേക്ക് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അതുപോലെ ചോറിൻ്റെ അളവ് ഈ ഒരു പറഞ്ഞ അളവിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ് ഈ ഒരു ഉണ്ണിയപ്പം. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ 8 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചെയ്യുന്ന ഉണ്ണിയപ്പം പോലെ തന്നെയാണുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ആക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്